നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രമടങ്ങിയ കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചതിന്റെ പേരിൽ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 5600 രൂപ പിഴ അടച്ചിരിക്കുകയാണ്. പൊതുനിരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കരുതെന്ന കോടതി ഉത്തരവ് കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ സംഘടനയുടെ കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. സെക്രട്ടേറിയറ്റിന്റെ കന്റോൺമെന്റ് ഗേറ്റിന് സമീപമാണ് മുഖ്യമന്ത്രിയുടെ കട്ടൌട്ടോട് കൂടിയ ബോർഡ് നടപ്പാതയിൽ സ്ഥാപിച്ചത്. CPM അനുകൂല സംഘടനയായ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനാണ് ബോർഡ് സ്ഥാപിച്ചത്. സംഘടനയുടെ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടതായിരുന്നു ബോർഡ്. മുഖ്യമന്ത്രിക്ക് പുറമെ CPM ജില്ലാ സെക്രട്ടറി V. ജോയ് MLA ചിത്രവും ബോർഡിലുണ്ടായിരുന്നു. നിയമം നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥർ തന്നെ ഫ്ലെക്സ് വെച്ചത് നീതീകരിക്കാനാകില്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. അനധികൃതമായി ഫ്ലെക്സ് സ്ഥാപിച്ചതിന് സംഘടനയുടെ പ്രസിഡന്റ് P. ഹണിയെയും പ്രവർത്തകനായ അജയ് കുമാറിനെയും പോലീസ് പ്രതി ചേർത്ത് പോലീസ് കേസ് എടുക്കുകയും ചെയ്തിരുന്നു. ഫ്ലെക്സ് സ്ഥാപിച്ചത് പൊതുജനങ്ങൾക്ക് മാർഗ തടസ്സമുണ്ടാക്കുന്ന രീതിയിലാണെന്നും കാൽനട യാത്രക്കാർക്ക് ഇതുമൂലം ബുദ്ധിമുട്ടുണ്ടെന്നും അമിക്കസ് ക്യൂറി പറഞ്ഞു. വിവാദമായതോടെ ഫ്ലെക്സ് നഗരസഭ നീക്കം ചെയ്തു. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ കോർപ്പറേഷൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കോടതി രൂക്ഷ വിമർശനം നടത്തിയത്. സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ സർക്കാർ ഉത്തരവുകൾ ലംഘിക്കുന്നത് അമ്പരിപ്പിക്കുന്നുവെന്നാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞത്. അനധികൃത ബോർഡുകളും ഫ്ലെക്സുകളും നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നതിനിടെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പരാമർശം നടത്തിയത്. തിരുവനന്തപുരത്ത് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ കൂറ്റൻ ഫ്ലെക്സ് മുഖ്യമന്ത്രിയുടെ കട്ടൌട്ടും സ്ഥാപിച്ച വിഷയത്തിലായിരുന്നു കോടതിയുടെ പരാമർശം കഴിഞ്ഞ ദിവസം വന്നത്. ഇത്തരമൊരു ഉത്തരവ് ഉണ്ടെന്നറിഞ്ഞിട്ടും അനധികൃതമായി ഫ്ലെക്സ് ബോർഡും സ്ഥാപിക്കാൻ തുനിഞ്ഞു എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അസോസിയേഷൻ പ്രസിഡന്റ് അഡീഷണൽ സെക്രട്ടറി പദവി വഹിക്കുന്നയാളാണ്. ഇത് അമ്പരിപ്പിക്കുന്നു. ഇത്തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ സർക്കാർ ഉത്തരവുകൾ ലംഘിച്ചാൽ അവിടെ അരാജകത്വമായിരിക്കും ഉണ്ടാവുക. അസോസിയേഷൻ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് റിപ്പോർട്ടിനെ തുടർന്ന് എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് അറിയിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. കുന്നംകുളം നഗരസഭ അധ്യക്ഷയ്ക്കെതിരെയും കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്ന സൂചനയും കോടതി നൽകി. രാജിവെക്കണോ കോടതിയലക്ഷ്യം നേരിടണോ എന്ന് അധ്യക്ഷയ്ക്ക് തീരുമാനിക്കാമെന്നും കോടതി വാക്കാൽ പറഞ്ഞു. കോടതിയലക്ഷ്യത്തിന് പുറമെ കള്ളം പറഞ്ഞു എന്നും തെളിഞ്ഞിരിക്കുകയാണ്. അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ അഭിഭാഷകൻ ഹാജരാകണമെന്നും ബാക്കി നടപടികളിലേക്ക് അപ്പോൾ കടക്കുമെന്നും കോടതി വ്യക്തമാക്കി. അനധികൃത ബോർഡുകളും ഫ്ലെക്സുകളും നീക്കം ചെയ്യാനുള്ള കോടതിയുടെ അന്ത്യശാസനത്തിന് പിന്നാലെ കുന്നംകുളം നഗരസഭാ സെക്രട്ടറി ഇത് നടപ്പാക്കാൻ ശ്രമിച്ചിരുന്നു. ഇതിനെതിരെ കോൺഗ്രസ് കൗൺസിലർമാർ രംഗത്ത് വന്നു. പിന്നാലെ സർവകക്ഷി യോഗം വിളിച്ച് തുടർ നടപടികൾ പിന്നീട് തീരുമാനിക്കുമെന്ന് വ്യക്തമാക്കി ബോർഡുകൾ മാറ്റുന്നത് ഒരു ദിവസത്തേക്ക് നിർത്തിവെക്കാൻ നൽകിയ കത്താണ് ചെയർപേഴ്സൺ കുരുക്കായത്. ഏതായാലും ഇത്തരത്തിൽ മറ്റുള്ള പൊതുജനങ്ങൾക്ക് ശല്യമാകുന്ന രീതിയിൽ ഫ്ലെക്സ് ബോർഡുകളും തോരണങ്ങളും എല്ലാം കെട്ടുന്നതിനെതിരെ കർശനമായ നടപടി തന്നെയാണ് ഹൈക്കോടതി എടുത്തു തുടങ്ങിയിരിക്കുന്നത്.